നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 29, 2025 ബുധൻ. അങ്ങനെ ഈ വർഷം ആദ്യമായിട്ട് നിഫ്റ്റിക്ക് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. സെൻസെക്സിന് 85,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് വന്നപ്പോൾ ഈ ലെവലിന് തൊട്ട് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. നിഫ്റ്റിക്ക് ഇന്ന് 26,000 എന്ന കീ ലെവൽ അതിശക്തമായി മറികടക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 52 വീക്ക് ഹൈയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ 26,097 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്ന് 117 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 26,053 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 368 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 171 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കാനായി. അതേസമയം ഫിൻ നിഫ്റ്റിക്ക് 133 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. ഇന്നുണ്ടായ നേട്ടത്തെ തുടർന്ന് NSEയിൽ 1825 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. 983 കമ്പനികൾക്ക് അതേസമയം നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. അദാനി എന്റർപ്രൈസസ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, അദാനി പോർട്സ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡീസ്, മാരുതി സുസുക്കി, ഇറ്റേണൽ, M&M, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഓർഡർ മാർക്കറ്റ്സിനും ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് 0.7% നേട്ടവും സ്മോൾ ക്യാപ്പിന് 0.6% നേട്ടവും കൈവരിക്കുവാനായി. സെക്ടർ വൈസ് ഇന്ന് നോക്കുമ്പോൾ ഓട്ടോ സെക്ടറിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മീഡിയ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഓട്ടോ മേഖലയ്ക്ക് ഇന്ന് 0.7% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് US-ൽ നിന്നും വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് മുന്നോടിയായിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുകയുണ്ടായി. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും അമേരിക്കൻ ഡോളറിനെതിരെ 6 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 88.20 എന്ന ലെവലിൽ വ്യാപാരവും ഇന്ന് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ US ട്രേഡ് ഡീലിനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ഇടയ്ക്ക് ഇന്ത്യ US ട്രേഡ് ഡീലിലുള്ള പ്രതീക്ഷ വളരുകയുണ്ടായി. അതിനു പുറമെ നിലവിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചയും ഈ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുകയുണ്ടായി. രണ്ടാമതായി ഇന്നലെ US-ൽ ആരംഭിച്ച ഫെഡ് പോളിസി മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 പുറത്തു വരാൻ പോകുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. 25 ബേസിസ് പോയിന്റ് കട്ടാണ് മാർക്കറ്റും നിക്ഷേപകരും പ്രതീക്ഷിക്കുന്നത്. ഇതിന് വിപരീതമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുമോ? ഇനി അല്ല, 25 ബേസിസ് പോയിന്റ് കട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന റേറ്റ് കട്ടുകളെ സംബന്ധിച്ചൊക്കെ. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഹ്യൂജ് എമൗണ്ടിന് 10,000 കോടി രൂപയ്ക്ക് ഏറെ മുകളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. മാത്രമല്ല, നിലവിൽ കുറച്ചേറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവർ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുന്നതും. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്നലെ വന്ന ഈ ഒരു ആക്ഷനാണ് മൂന്നാമതായി നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ഇത് മാർക്കറ്റിനെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെയും സാരമായി തന്നെ ഉണർത്തുകയുണ്ടായി. ഇന്നലെ US മാർക്കറ്റിൽ മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ ജയന്റ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ റാലിയെ തുടർന്ന് S&P 500-നും നാസ്ഡാക്കിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല, തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും പുതിയ റെക്കോർഡ് ഹൈകളും ക്രിയേറ്റ് ചെയ്യുവാനായി. അതുകൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ സിംഗപ്പൂർ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം
നിലവാരം അവസാനിപ്പിക്കാനായതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുകയുണ്ടായത്. അഞ്ചാമതായും അവസാനമായും ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഏതാനും ട്രേഡിംഗ് സെക്ഷനുകൾക്ക് ശേഷം ഇന്ന് ഇന്ത്യ വിക്സും വലിയ വോൾട്ടാലിറ്റി ഒന്നും പ്രകടിപ്പിച്ചില്ല. സോ ഈ ഒരു ഘടകവും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 73 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സ് മുൻപ് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ചയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ഗോൾഡിന്റെ വില വീണ്ടും $4000 മുകളിലായിട്ടും എത്തിച്ചേരുകയുണ്ടായി. ഗോൾഡിന്റെ വില ഇന്ന് കുതിച്ചുയരുവാൻ കാരണമായത് പ്രധാനമായും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതുകൊണ്ടും മാത്രമല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുവാണെങ്കിൽ അത് വീണ്ടും $നെ വീക്കൻ ചെയ്യുന്നതും കൂടാതെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വർദ്ധിക്കുന്നതും ഇന്ന് സ്വർണത്തിന്റെ വില കൂടുവാൻ കാരണമാവുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 184.33 മില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ പുതിയ ഓർഡർ DRDOയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. സൂസ്ലോൺ മുൻ SRF CFO ആയിരുന്ന രാഹുൽ ജെയിനെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു. വരുൺ ബീവറേജസ് ആഫ്രിക്കയിലെ ബിയർ ബിസിനസിനായി കാൾസ്ബർഗുമായി പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ Q2 ഏർണിംഗ്സും കമ്പനി പ്രസിദ്ധീകരിച്ചു. നെറ്റ് പ്രോഫിറ്റിൽ 20% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 2% വളർച്ചയും രേഖപ്പെടുത്തി. കോൾ ഇന്ത്യ പറയുന്ന റിസൾട്ടുകളൊക്കെ Q2 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 31% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 3% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. എങ്കിലും ₹10.25 ഇൻട്രീം ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 4, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് കമ്പനി പരിഗണിക്കുന്നത്. അപ്പാർ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 30% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 23% വളർച്ചയും രേഖപ്പെടുത്തി. സനോഫി ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 7% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 9% ഇടിവ് രേഖപ്പെടുത്തി. NMDC നെറ്റ് പ്രോഫിറ്റിൽ 41% വർധനവാണ് രേഖപ്പെടുത്തിയത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 30% വളർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.